ഖത്തറിലെ ഹമാസ് ആസ്ഥാനത്തേക്കുള്ള ആക്രമണത്തിന്റെ പേരിൽ ഇസ്രയേലിനെ വിമർശിക്കുന്നവർക്ക് കാപട്യമാണ് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ഭീകരർക്ക് സ്ഥലമൊരുക്കുമ്പോൾ പരമാധികാരം ഇല്ലാതാകുമെന്ന് നെതന്യാഹു പറഞ്ഞു. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയെ ഒപ്പം നിർത്തിക്കൊണ്ടായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ രൂക്ഷ വിമർശനം. ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കാതെ ഗാസയിൽ സമാധാനവും മെച്ചപ്പെട്ട ഭാവിയും ഉണ്ടാകില്ലെന്ന് മാർക്കോ റൂബിയോ പറഞ്ഞു. ഇസ്രായേൽ സന്ദർശനത്തിനിടെ ഉന്നതതല കൂടിക്കാഴ്ചകൾക്ക് ശേഷമാണ് റൂബിയോയും നെതന്യാഹുവും സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 9 ഖത്തറിലെ ദോഹയിൽ ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയിലേക്ക് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഇസ്രയേൽ സന്ദർശനം. ഇന്നലെ ഇസ്രയേലിലെത്തിയ മാർക്കോ റൂബിയോ, ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാർ തുടങ്ങി ഇസ്രയേലി മന്ത്രിസഭയിലെ ഉന്നതരുമായി കൂടിക്കാഴ്ച നടത്തി. യോഗശേഷം മാർക്കോ റൂബിയോയെ അടുത്തു നിർത്തിക്കൊണ്ട് തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഖത്തറിലെ ഹമാസ് കേന്ദ്രത്തിലേക്ക് നടത്തിയ ആക്രമണത്തെ വിമർശിച്ചവർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഖത്തർ ആക്രമണത്തിന്റെ പേരിൽ ഇസ്രയേലിനെ വിമർശിക്കുന്നവർക്ക് വൻ കാപട്യമാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹു വിമർശിച്ചു. US-ലെ സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷം ഭീകരർക്ക് ഒരു രാജ്യവും താവളം അനുവദിക്കരുതെന്ന് ആവശ്യപ്പെടുന്ന UN പ്രമേയം ഉയർത്തിക്കാട്ടിയായിരുന്നു നെതന്യാഹു ആഞ്ഞടിച്ചത്. ഭീകരർക്ക് ആസ്ഥാനം അനുവദിക്കുമ്പോൾ പരമാധികാരം എന്ന വാദം ഉന്നയിക്കാനാവില്ല എന്ന് നെതന്യാഹു പറഞ്ഞു. ഖത്തറിലെ ഇസ്രയേൽ സൈനിക നടപടിയെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായി വിമർശിച്ചതിന് പിന്നാലെയാണ് റൂബിയോയുടെ സന്ദർശനവും നെതന്യാഹുവിന്റെ പരാമർശവും എന്നതും ശ്രദ്ധേയമാണ്. ചില അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്നായിരുന്നു ഗൾഫ് രാജ്യങ്ങളുടെ രോക്ഷത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മാർക്കോ റൂബിയോ മറുപടി നൽകിയത്. ഇസ്രയേലി ബന്ദികളെ പിടിച്ചുവെച്ചിരിക്കുന്ന ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്ന് റൂബിയോ പറഞ്ഞു. ഹമാസിനെ ഇല്ലാതാക്കാതെ ഗാസയിൽ സമാധാനമോ മെച്ചപ്പെട്ട ഭാവിയോ സാധ്യമല്ലെന്ന് റൂബിയോ പറഞ്ഞു. ഖത്തർ ആക്രമണത്തിൽ ഹമാസ് നേതാക്കളെ ഇല്ലാതാക്കാൻ സാധിച്ചില്ല എന്ന സൂചന നെതന്യാഹു നൽകി. എന്നാൽ എവിടെയും അവർ സുരക്ഷിതരല്ലെന്ന സന്ദേശം നൽകാൻ സാധിച്ചുവെന്ന് നെതന്യാഹു ചൂണ്ടിക്കാട്ടി. ഇറാൻ ഇസ്രയേലിന് മാത്രമല്ല US-നും ഗൾഫിലെ സഖ്യരാജ്യങ്ങൾക്കും യൂറോപ്പിനും ഭീഷണിയാണെന്ന് മാർക്കോ റൂബിയോ നെതന്യാഹുവുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആണവശേഷിയുള്ള ഇറാൻ അംഗീകരിക്കാനാകാത്ത അപകടമാണെന്ന് റൂബിയോ പറഞ്ഞു. ഇസ്രയേലിലെ റൂബിയോയുടെ സാന്നിധ്യം US ജൂതവിരുദ്ധതയ്ക്കെതിരായി ഇസ്രയേലിനൊപ്പം ഉറച്ചു നിൽക്കുന്നതിന്റെ അടയാളമാണെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.